ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോവക്കയും മുട്ടയും വെച്ചിട്ട് ഒരു തോരൻ തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് 3 പച്ചമുളക്, ഒരു സവാള, പിന്നെ കോവക്ക, 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി കടുക് പൊട്ടി വന്നാൽ നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും വഴന്ന് വന്നാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്ക ചേർത്ത് കൊടുക്കുക. കോവക്ക ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം കോവക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കോവക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റി വരണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് കുറച്ചുകൂടെ വറ്റി വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കോവക്കയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ കോവക്കയും മുട്ടയും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിച്ചു പോകാതെ നോക്കണേ. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. കോവക്ക കഴിക്കാത്ത കുട്ടികളെ ഇങ്ങനെയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ കഴിക്കും. അപ്പോൾ ഇനി ആ മുട്ടയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോവക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.